ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നീയും കലക്കുകയാണോ കൊച്ചു ഗള്ളി എന്ന് ചോദിക്കുന്നത് പോലെ ഞാൻ കലക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അത് പാർത്തമോന് ഇഷ്ടമായതുകൊണ്ട് അവന് വൈകുന്നേരത്തെ അപ്പം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാനും വേണ്ടി. അപ്പോൾ അതാണ് ഞാൻ ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിക്കും ദോശത്തവയ്ക്കകത്താണോ അപ്പം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചട്ടി ചീത്തയായി. അതുകൊണ്ട് ഞാൻ ദോശത്തവയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുള്ളിക്കാരത്തി വന്ന് എന്നോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേങ്ങ തിരുമുന്ന സൗണ്ട് കേട്ടാൽ അപ്പം ചാടി വരും കേട്ടോ. എവിടെ നിന്നാലും അന്നേരം ചാടി വരും. ഒരു നുള്ള തേങ്ങ മതി, അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ആശ്വാസമാവും. അതിനു വേണ്ടിയാണ് വന്നത്. അപ്പം നമ്മൾ തേങ്ങ തിരുമിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് അപ്പത്തിൻ്റെ കൂടെ തോരൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തോരൻ ചമ്മന്തി ഞങ്ങൾ കൊല്ലക്കാരുടെ സ്പെഷ്യലാണ്. അപ്പത്തിന് നമുക്ക് സ്റ്റൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് തോരൻ ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ തോരൻ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉള്ളി വട്ടത്തിലരിഞ്ഞത് അതൊന്ന് മൂപ്പിക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അതിലേക്ക് മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നാലും ഇട്ട് കൊടുക്കാം. പിന്നെ ആ മുളക് പൊടി മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ രാത്രി കറിവേപ്പില ഒന്നും പിച്ചാൻ പോകാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ തേങ്ങയ്ക്കകത്താണ് ഉപ്പിട്ടത് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പമൊക്കെ കൂട്ടി അവന് കൊടുത്തായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയ്സിയെ നേരം വെളുത്ത് വൈകുന്നവരെ പെരയ്ക്കകത്ത് തന്നെ ഇട്ടേക്കല്ലേ. അപ്പോൾ രാത്രി ആയി കഴിയുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറക്കും കേട്ടോ. അവൾ അവിടെയൊക്കെ ഒന്ന് ഓടിച്ചാടി കളിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തിറക്കുന്നതാണ് അവളെ. അപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആദ്യമാണിത് കേട്ടോ. അവിടുത്തെ കുറേ പൂച്ചകളുണ്ട്. നമ്മുടെ നേരത്തെ കുറേ പൂച്ചകളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വരുന്നത്, അവരെല്ലാം ഇവളെ ദൂരെ മാറി നിന്ന് കാണും. അവിടെ അടുക്കത്തൊന്നുമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്കിനകത്ത് നിന്ന് വരുന്ന വെള്ളം പിടിക്കാനും വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വീഴുന്ന വെള്ളം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ഞാനിവിടെ കുറച്ച് നമ്മുടെ കറ്റാർവാഴയുടെ കുട്ടികൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ആ ഒരു വെള്ളം നമുക്ക് വേസ്റ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനതങ്ങനെ വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ തുളസിയൊക്കെ കരിഞ്ഞ് നിൽക്കുമായിരുന്നു. തുളസിക്ക് അതിന് വേണ്ടി ചെടിയൊന്നുമില്ല. എനിക്കിനി ഇവിടെ ഗാർഡൻ ആക്കണം. ഞാൻ മഴയൊന്നും പിടിക്കട്ടെന്ന് പറഞ്ഞ് കരുതി ഇരിക്കുകയാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുറേ ചെടികളും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിലെല്ലാം നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഉള്ള ചെടിക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുകയാണ്. കാരണം വെയിലത്ത് വരണ്ട നിൽക്കുകയല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈവനിങ് വ്ലോഗിലെ വിശേഷം കേട്ടോ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? എല്ലാരും ചോറ് കഴിച്ചോ? അപ്പൊ ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.